ലോക നന്മയ്ക്കെതിരായി തിന്മയുടെ മൂർത്തിഭാവങ്ങളായ അസുരഗണങ്ങൾ ത്രിലോകങ്ങൾ പിടിച്ചടക്കുമ്പോൾ സമസ്ത ലോക രക്ഷയ്ക്കായി വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ത്രിലോകരക്ഷകനായി എത്തുകയും തിന്മയുടെ മൂർത്തികളെ ഉന്മൂലനാശനം ചെയ്ത് നന്മയുടെ പുതുജീവൻ നൽകുകയും അങ്ങനെ ലോകരെല്ലാവരും സുഖമായി വാഴുകയും ചെയ്യും. ദേവലോകം ആക്രമിച്ച് ഇന്ദ്രനെ ദേവലോകത്തു നിന്നും നിഷ്കാസനം ചെയ്ത് ഇന്ദ്രസിംഹാസനം കയ്യേറിയ അധമാസുരൻ ത്രിലോക ചക്രവർത്തിയായതിന്റെ അഹങ്കാരത്തിൽ ഉന്മാദിച്ചു മതിച്ചു വാഴുന്നു. ദേവലോകം നഷ്ടപ്പെട്ട ഇന്ദ്രൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചെങ്കിലും തനിക്ക് അധമാസുരനെതിരായി യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആയതിനാൽ വൈകുണ്ഠനാഥനായ ശ്രീഹരിക്ക് മാത്രമേ ഈ സമസ്യയ്ക്ക് ഒരു പരിഹാരം കാണാൻ കഴിയൂ എന്നുണർത്തി. അങ്ങനെ ഇന്ദ്രൻ വൈകുണ്ഠനാഥനായ ശ്രീഹരിയെ കണ്ട് തന്റെ സങ്കടങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അസുരന്മാരെ നിഗ്രഹിക്കാനായി ശ്രീഹരി ദേവലോകത്തേക്ക് യാത്രയാക്കി. ദേവലോകത്തേക്ക് വരുന്ന മഹാവിഷ്ണുവിനെ അധമാസുരൻ കാണുന്നു. സകല ലോക ജീവികൾക്കും അമ്മയായി ഉമ്മയായി വിഷ്ണു ദേവന്മാരെ രക്ഷിക്കാനാവും. അതെ, നാം ലോകരക്ഷയ്ക്ക് വേണ്ടി വന്നതാണ്. ലോകരക്ഷ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ മാത്രം രക്ഷിക്കുക എന്നല്ല. ഏ വിഷ്ണു, നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനൊക്കെ പറയാന്? അസുര, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോകമായ അസുരലോകത്ത് വാഴാം. നിങ്ങൾക്ക് ദേവലോകത്ത് യാതൊരു അവകാശവുമില്ല. എത്രയും പെട്ടെന്ന് ദേവലോകം വിട്ടുപോവുക. ഹേ വിഷ്ണു, പാലാഴിമഥന വേളയിൽ ഞങ്ങൾക്ക് പ്രാപ്തമായ അമൃത് നീ മോഹിനി രൂപം കൊണ്ടുവന്ന് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് തട്ടിയെടുത്ത് ദേവന്മാർക്ക് മാത്രം കൊടുത്തു. ആ നീ എന്നോട് ദേവലോകം വിട്ടുപോകാൻ ആജ്ഞാപിക്കുന്നുവോ? ജീവന്റെ ഒരംശം നിനക്കിനി വേണമെങ്കിൽ തിരികെ പൊക്കോളുക. അങ്ങനെയെങ്കിൽ ലോകരക്ഷയ്ക്കായി നാം ആ കർമ്മം ചെയ്യാൻ ഒരുങ്ങുന്നു. എങ്കിൽ തുടങ്ങാം.